സലീം കുമാറിന്റെ ജീവിതകഥ കേൾക്കുമ്പോൾ പലപ്പോഴും കണ്ണുകൾ നനയും. കാരണം അതൊരു നടന്റെ വിജയകഥ മാത്രമല്ല, സ്വപ്നങ്ങൾ കൈവിടാതിരുന്ന ഒരു സാധാരണ മനുഷ്യന്റെ പോരാട്ടകഥ കൂടിയാണ്. 1996 ഇഷ്ടമാണ് 100 വട്ടം എന്ന ചിത്രത്തിൽ ഒരു ചെറിയ വേഷം. ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാൻ കിട്ടിയ ആ നിമിഷത്തിനു പിന്നിൽ വർഷങ്ങളുടെ കാത്തിരിപ്പും നിരാശയുമുണ്ടായിരുന്നു. എനിക്ക് നിങ്ങളുടെ ഞഞ്ഞാവിന്റെ വർത്താനം കേൾക്കണ്ട. ഇത് ആദ്യത്തെ തവണ ഒന്നുമല്ല ഈ പ്രോഗ്രാം പോസ്റ്റ്പോൺ ചെയ്യുന്നത്. ആദ്യം നിങ്ങൾക്കൊരു ആക്സിഡന്റ്, പിന്നെ ഒരു മാരേജ്, ഇനിയിപ്പോ എന്ത് റീസണാണ് നിങ്ങൾ പറയാൻ? മിമിക്രി വേദികളിൽ ആളുകളെ ചിരിപ്പിച്ചെങ്കിലും സിനിമയിൽ അവസരം നേടാൻ അദ്ദേഹം ഒരുപാട് വാതിലുകൾ മുട്ടി. പല വാതിലുകളും തുറന്നില്ല. പക്ഷേ സലീം കുമാർ പിന്മാറിയില്ല. ആദ്യ സിനിമയ്ക്ക് ശേഷവും വലിയ അവസരങ്ങൾ വന്നില്ല. കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, നാളെയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം എല്ലാം അദ്ദേഹത്തെ പിന്തുടർന്നു. എന്നിട്ടും ഒരവസരത്തിനായി അദ്ദേഹം കാത്തിരുന്നു. അങ്ങനെയാണ് കിന്നാരത്തുമ്പികൾ എന്ന ഷക്കീല ചിത്രത്തിൽ ഒരു ചായക്കടക്കാരന്റെ ചെറിയ വേഷം ചെയ്യുന്നത്. ഇന്ന് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാം. പക്ഷേ അന്ന് അദ്ദേഹത്തിന് അത് വെറുമൊരു വേഷമല്ലായിരുന്നു. തന്റെ സ്വപ്നം ജീവനോടെ നിലനിർത്താനുള്ള മറ്റൊരു ശ്രമമായിരുന്നു. ഒരുപക്ഷെ അന്ന് ആ ചായക്കടക്കാരന്റെ വേഷത്തിൽ അഭിനയിച്ച മനുഷ്യനു പോലും അറിയില്ലായിരുന്നു ഒരു ദിവസം മലയാള സിനിമ അദ്ദേഹത്തെ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുമെന്ന്. സ്വപ്നങ്ങൾ അവസാന ശ്വാസം വരെയും കൈവിടരുതെന്ന് പഠിപ്പിച്ച ഒരു ജീവിത പാഠത്തിന്റെ പേരാണ് സലീം കുമാർ. ഈ വാർത്ത ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൈബർ വിലാസം മീഡിയ നെറ്റ്വർക്ക്.